ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂടെക് ഹോം സൊല്യൂഷൻസ്. യൂടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട കുമ്പഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. യൂടെക് പുതിയതായി പണി കഴിപ്പിച്ച ഒരു മനോഹരമായ വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വീടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ വരുന്നത്. നമ്മളിതിൻ്റെ 3D എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇവിടെ 2-3 കളർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി 2 സൈഡിലായിട്ട് ചെടി വെക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. സിറ്റൗട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ 4x2 ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ സ്റ്റീലിൻ്റെ ഡോറാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അത് കസ്റ്റമർ ചോയ്സാണ് ചെയ്തത്. പിന്നെ ഇവിടുത്തെ ജനൽസും കാര്യങ്ങളും എല്ലാം സ്റ്റീലിൻ്റെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഹാളിലോട്ട് വരുമ്പോഴത്തേക്ക് അതിമനോഹരമായ ഒരു ജിപ്സം വർക്കാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ വാളിൻ്റെ കളർ എന്തോ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. ടൈൽ നമ്മൾ 4x3 ടൈലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഹാളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹാളാണ് നമ്മളിവിടെ ഉള്ളത്. നമ്മുടെ ഹാളിൽ തന്നെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. കോമൺ ബാത്റൂമിനകത്ത് നമ്മൾ 4x2 ടൈല് ഡിസൈൻ ചെയ്ത് ഒട്ടിച്ചിരിക്കുകയാണ്. ഒരു ബ്ലൂ ഷെയ്ഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ പീസ് ക്ലോസറ്റ് ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ ഹീറ്ററിന്റെ പോയിന്റ്, പിന്നെ മനോഹരമായിട്ടുള്ള ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ബുദ്ധന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് പാലുകാച്ചിന്റെ വീടുണ്ട്, അതിനകത്ത് വീഡിയോ വരുന്നുണ്ട്, അതിനകത്ത് നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ നേരെ പോകുന്നത് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലോട്ടാണ്. മാസ്റ്റർ ബെഡ്റൂമിന്റെ സൈസ് എന്ന് പറഞ്ഞ് 12x10 സൈസാണ് മാസ്റ്റർ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഇതിനകത്ത് നമ്മൾ മനോഹരമായിട്ടുള്ള വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ 2 പാളിയുടെ ഇവിടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു 3 പാളിയുടെ ജനൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഹാളിലെ വാളിലെ പെയിന്റിനെക്കാട്ടും ഇച്ചിരി ലൈറ്റ് ഗ്രീൻ ആണ്. ഇത് ലൈറ്റ് ഒരു ഡാർക്ക് കോമ്പിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനോഹരമായിട്ട് ആങ്കർ ശിവയുടെ ബ്ലാക്ക് കളർ സ്വിച്ചസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക ലവിന്റെ ഒരു പിക്ചറൊക്കെയുള്ള PVC ഡോർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 4x2 ടൈൽ അതിമനോഹരമായിട്ട് നമ്മൾ ഒരു വീട്ടിൽ നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ കസ്റ്റമേഴ്സിന് ഇങ്ങനെ തന്നെ വേണം. നമ്മൾ കുറച്ച് ഐഡിയാസ് കൊടുത്തിട്ട് നമ്മൾ ചെയ്ത സംഭവമാണ്. വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ടൈൽ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ടൈൽസ് എല്ലാം എടുത്തിരിക്കുന്നത് ഐഷ മാർബിൾസ് ഓച്ചറിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫിറ്റിങ്സും കാര്യങ്ങളും ഒക്കെ VGC ബീന, AR ഇലക്ട്രിക്കൽസ്, CRS ഇലക്ട്രിക്കൽസ് എന്നിവിടങ്ങളിൽ നിന്നുമാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റീൽ ബാർ, അതുപോലെ സിമെന്റ് കാര്യങ്ങളെല്ലാം ഈ കുമ്പഴത്തന്നുള്ള അവർ തന്നെ സജസ്റ്റ് ചെയ്ത ഷോപ്പിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിങ്സിന്റെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഓറഞ്ച് ആൻഡ് ഡാർക്ക് ഓറഞ്ച് ആൻഡ് ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മനോഹരമായിട്ടുള്ള ജിപ്സം വർക്ക് വന്നിട്ടുണ്ട്. സീലിംഗ് ഫാൻ ഇടാനൊക്കെ പോകുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ 6 വാട്ട്സിന്റെ 4 ലൈറ്റ്സ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. LED സ്ട്രിപ്പും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 പാളിയുടെ 2 ജനലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് 10x10 ആണ് സൈസ്. ഈ ബെഡ്റൂമിന്റെ സൈസ് എന്ന് പറയുന്നത്. ഇവിടെ ബെഡ് സ്വിച്ച്, ബെഡ് കൺട്രോളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. AC-യുടെ പോയിന്റ്സിനുള്ള പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കട്ടളകളെല്ലാം സ്റ്റീലിന്റെയാണ് വന്നിരിക്കുന്നത്. ഡോർസ് മൊത്തം വരുന്നത് പൂവരസ്, മഹാഗണി എന്നിവയാണ്. നമ്മൾ നേരെ പോകുന്നത് എവിടോട്ടാണ്? ഡൈനിങ് ഏരിയയിലോട്ടാണ് പോകുന്നത്. ഡൈനിങ് ഏരിയയിൽ 2 പാളിയുടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഈ പർഗോളാസ് ഇഷ്ടം പോലെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം നല്ല വെട്ടവും കാര്യങ്ങളും കിട്ടാനായിട്ട് 3D എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ മനോഹരമാക്കാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജിപ്സം വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതിന് ചെറിയൊരു മിററാണ്. ഇത് അവർ ഓൺലൈൻ ഓർഡർ ചെയ്ത് മേടിച്ചാണ്. ഇത് മാറാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞായതുകൊണ്ട്. പിന്നെ നമ്മളിതിൻ്റെ സ്റ്റെയറിൻ്റെ അടിക്കായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടർ പോയിന്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ വാൾഫാൻ്റെ ഒരു പോയിന്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വാൾഫാനാണ് ഇവിടെ ഫിറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ കിച്ചൺ എന്ന് പറയുന്നത് ഓപ്പൺ കിച്ചണാണ്. ഇത് ഡൈനിങ്ങും കിച്ചണും കൂടെ ഒരു ഓപ്പൺ കിച്ചൺ മാതിരിയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ കിച്ചണകത്തെ കബോർഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ യൂടെക് ഹോം സൊല്യൂഷൻസ് ഇതുവരെ ചെയ്യാത്ത കളേഴ്സിലാണ് ചെയ്തേക്കുന്നത്. ഗ്രീനും വൈറ്റും കളർ ഷെയ്ഡാണ്. എങ്ങനെ ഇഷ്ടപ്പെട്ടോ? പൊന്നൂസിന്റെ കിച്ചൺ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട? പിന്നെ നമ്മുടെ കിച്ചണകത്തെ പെയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ ഷെയ്ഡാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്.
സിങ്ക് എന്ന് പറഞ്ഞാൽ ഹാൻഡ് മെയ്ഡ് സിങ്ക് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ടൈപ്പ് ആണ്. പിന്നെ ഇവിടെ ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഹോബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഒരു എക്സോസ് ഫാൻ്റെ പോയിന്റ് കൂടെ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പവർ സോക്കറ്റുകൾ ആവശ്യം പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കിച്ചണകത്ത് 4 പവർ സോക്കറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൻ്റെ ഇതിനെ പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ വരുന്നത് നമ്മുടെ വർക്ക് ഏരിയയിലോട്ടാണ്. വർക്ക് ഏരിയയിലോട്ട് നേരെ വരുമ്പോൾ തന്നെ നമ്മുടെ ഒരു പുകയില്ലാത്ത അടുപ്പിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് ഫുൾ സ്റ്റീൽ കവേർഡ് ആണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു സിങ്ക് ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ പണ്ടത്തെ ഇതുവരെ എന്ത് പറയുന്നത് നമ്മുടെ ഒരു വീട്ടുകാരെ ആവശ്യപ്പെടാത്ത രീതിയിലുള്ള അരകല്ല് പൊന്നിസത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. അത് ഉപയോഗിക്കണം ആഗ്രഹമുണ്ടോ? നമുക്ക് വീട്ടിലൊരെണ്ണം പിടിച്ചു വെച്ചാലാ? ഇഷ്ടപ്പെട്ടെന്ന് തോന്നില്ലേ? ഓക്കെ. അന്നേരം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ വീടിനകത്ത് നമ്മുടെ വർക്ക് ഏരിയക്കകത്ത് ചെയ്തിട്ടുണ്ട്. ഗ്രേ ആൻഡ് വൈറ്റ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്, കബോർഡ്സ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുക്കളയിലെ ഡോർ നമ്മൾ സ്റ്റീലിന്റെ ആണ് ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ അത്രയ്ക്ക് സേഫ്റ്റിയാണ് നമ്മൾ ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടാണ്. നമ്മൾ ഓരോ സജഷൻസ് പറയും, അത് വീട്ടുകാർ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യിക്കുന്നതാണ്. നേരെ നമുക്ക് മേളിലോട്ട് പോകാം. മേളിലോട്ട് പോകുമ്പോൾ പൊന്നൂസ് എന്തുവാണ് കാണുന്നത്? നമ്മൾ കുറെ കട്ടിങ് കൊടുത്തിട്ട് കുറെ ബ്ലൂ ഷെയ്ഡ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇല്ലേ? സ്റ്റെപ്പ് എല്ലാം നമ്മുടെ വുഡൻ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്ക്വയർ ടൈപ്പിൽ ഒരു കൈവരി കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ അരിഞ്ചേട്ടൻ്റെ ഒരു ഫ്രണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ നമ്മുടെ സ്റ്റെയറിലോട്ട് വരുമ്പോൾ മുമ്പേ പറഞ്ഞു കൂട്ടാൻ കുറച്ച് മറുകുളം കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ ഇവിടെ സ്റ്റെയറിന്റെ ലാൻഡിങ് ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ചെറിയൊരു ഹാളാണ് ഇവിടെ ഉള്ളത്. ഇതും താഴത്തെ സെയിം പെയിന്റിങ് തന്നെയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നേരെ ബാൽക്കണി. ഇവിടെ മേലോട്ട് വരുമ്പോൾ സ്ഥലം എക്കോ ഉണ്ട്, സഹകരിക്കുക. ഇവിടെ നമ്മളൊരു സ്റ്റീൽ ഗ്ലാസ്സും എല്ലാം കൊണ്ടിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട്, കൈവരി പോലെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ബ്ലൂ ഷെയ്ഡില്ലേ 4x2 ബ്ലൂ ഷെയ്ഡ് ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഫ്രഞ്ച് പാളി ജനൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് സ്റ്റീലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമല്ലേ ലൈറ്റ്സ് ഇടാൻ നമുക്ക്. മൂന്നാമത്തെ ബെഡ്റൂമിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ഇവിടെ താഴത്തെ കഥക്ക് ഇഷ്ടപ്പെട്ട ഒരു സീലിംഗ് ഇതാണ് ജിസത്തിന്റെ ഡിസൈനിലെ വെറൈറ്റി ഡിസൈനിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു മാംഗോ ആൻഡ് വൈറ്റ് അല്ല, വൈറ്റും പിങ്ക് കൂടെ മിക്സ് ചെയ്തൊരു കളറാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ടൈൽ ഒരു ഗ്രേ ഷെയ്ഡ് ടൈലാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. താഴെ ഒത്തിരി ലവ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒറ്റ ലവിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് അടിപൊളി ഒരു ഡോറാണ്. പിന്നെ അതുപോലെ തന്നെ ബാത്റൂമും ഇവിടെ നമ്മൾ വെറൈറ്റി ഡിസൈനാണ് പിടിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ വാട്ടർ ഹീറ്ററിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്, ടവൽ റാഡ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ അടുത്ത ബെഡ്റൂമിലോട്ട് പോകാം. 4 ബെഡ്റൂമാണ് വീടിനകത്തുള്ളത് അല്ലേ? ഇവിടെ ചെറിയൊരു പാസേജ് ആണ്. നമ്മൾ അടുത്ത ബെഡ്റൂമിലോട്ട് വരുമ്പോഴത്തേക്ക് ബ്ലൂ ഷെയ്ഡാണ് ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഗ്രേ കളർ ടൈല് 4x2 തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബെഡ്റൂംസ് എന്ന് പറയുന്നത് താഴത്തെ പറഞ്ഞു വിട്ടല്ലോ, 3 ബെഡ്റൂം 10ക്ക് 10, 2 ബെഡ്റൂം 10ക്ക് 10, 2 ബെഡ്റൂം 12-10 നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്ഥലമാണുള്ളത്. ഇവിടെ നമ്മൾ കണ്ട അടിപൊളി ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ വെറൈറ്റി എന്ന് വെച്ചാൽ താഴത്തെ 3-ൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടൈൽ വർക്ക് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഇവിടെ നമ്മൾ കുറച്ച് സ്പേസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ തുണിയൊക്കെ വിരിച്ചിടാനും നല്ലൊരു സ്ഥലമാണ്. പിന്നെ അവിടെ നമ്മുടെ ഒരു പാറമടയാണ്. അപ്പോൾ ഇവിടെ നിന്നാൽ നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വാട്ടർ ടാങ്ക് ഇവിടെ വെള്ളത്തിൻ്റെയൊക്കെ ഈ പ്രശ്നമുള്ളത് കൊണ്ട് താഴെ കിച്ചണകത്തേക്ക് വേണ്ടി മാത്രമാണ് ഈ ടാങ്ക് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മേളിലും ഫുള്ള് വീടിന് വേണ്ടി 1000 ലിറ്ററിൻ്റെ ടാങ്ക് സെപ്പറേറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഓണേഴ്സ്. ഇതാണ് അരുൺചേട്ടൻ, ഈ വീടിൻ്റെ ഓണർ. അവരുടെ ഫാമിലിയാണ് ഇത്. നമുക്ക് ചില കോൺട്രാക്ടർമാരുണ്ട്, അവർ തന്നെ സാധനമൊക്കെ ഇറക്കത്തുള്ളൂ, നമ്മളെ കൊണ്ട് വാങ്ങിക്കത്തില്ല. അതൊക്കെ ഞാൻ പറഞ്ഞു ഇതിനടുത്ത് ഞാൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കൂടെ തന്നെ വാങ്ങിപ്പിച്ചുകൊണ്ടത് എനിക്കൊരു വലിയ സന്തോഷമാണ്. നിങ്ങൾക്കൊരു മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലേ? ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ സംഭവം ചെയ്യാൻ പറ്റി. നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അന്നേരം ഓക്കെ. അന്നേരം നമുക്ക് ഇനി 10-ാം തീയതി പാലുകാഴ്ച മുമ്പ് എന്തായാലും പണി തീർത്തു തന്നല്ലോ. ശരിയാണ്. ഓക്കെ, താങ്ക് യു. നമ്മുടെ പത്തനംതിട്ടയിലെ കുമ്പഴ അരിഞ്ചേട്ടൻ്റെ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനാബിൾ ചെയ്യണം. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് ഇത് രണ്ടും ഒന്ന് ഫോളോ ചെയ്യാൻ ആരും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ടാറ്റാ. ബൈ.